السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم انفعنا بما علمتنا وعلمنا ما علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي لساني يفقهوا قولي رب زدنا علما نافعا. സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. അൽഹംദുലില്ലാ, അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ നമ്മള് അള്ളാന്റെ കലാമിനെ കുറിച്ച് അതിന്റെ പാരായണ നിയമങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പാലിക്കണം എന്നുള്ള ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മള് നിലവിൽ ഇപ്പൊ മഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് പ്രധാനപ്പെട്ട 5 മഖ്റജുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, അഥവാ 5 വീടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഒന്നാമത്തേതായിട്ടുള്ള അൽ ജൗഫ് നമ്മൾ പഠിച്ചു. ജൗഫിൽ നിന്നും മദ്ദിന്റെ അക്ഷരങ്ങളാണ് വരുന്നത്. അലിഫ് മദ്ദിയ, വാ മദ്ദിയ, യാ മദ്ദിയ. രണ്ടാമതായിട്ട് അൽ ഹൽഖ് നമ്മൾ പഠിച്ചു. ഹൽഖിൽ നിന്ന് 6 അക്ഷരങ്ങളാണ് വരുന്നത്, അഥവാ 3 റൂമുകളായിട്ട്. അഖ്സുൽ ഹൽഖ്, വസതുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. നമ്മളിപ്പോ നിലവിൽ അൽഹംദുലില്ലാ 3ാമത്തെ വീടായ അൽ ലിസാനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലിസാനിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചധികം റൂമുകളും ഫ്ലോറുകളും ഉള്ള ഒരു ഭാഗമാണ് എന്ത്, അല്ലെങ്കിൽ വീടാണ് അൽ ലിസാൻ എന്നുള്ളത്. അൽ ലിസാനിലെ ആദ്യത്തെ ഫ്ലോറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അഥവാ അഖ്സൽ ലിസാൻ. അവിടെ 2 റൂമുകളാണ്, അഥവാ 2 അക്ഷരങ്ങളാണ് 2 ഭാഗത്തു നിന്നായിട്ട് വരുന്നത്. അഖ്സൽ ലിസാനിന്റെ 2 ഭാഗത്ത്, അഥവാ നാവിന്റെ അങ്ങേയറ്റം സോഫ്റ്റ് പാലറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ ഖാഫ് വരുന്നു, ഹാർഡ് പാലറ്റിൽ നിന്ന് കാഫ് വരുന്നു. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് നമ്മള് 2ാമത്തെ ഫ്ലോർ, അഥവാ അൽ ലിസാൻ എന്ന വീട്ടിന്റെ 2ാമത്തെ ഫ്ലോറിനെ കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അഥവാ വസത്തുൽ ലിസാൻ. അഥവാ 2ാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ മിഡിൽ ഫ്ലോർ ആണ്, നടുഭാഗമാണ് ആ വീടിന്റെ. ആദ്യത്തേത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, ഏറ്റവും താഴത്തെ അങ്ങേ അറ്റത്തുള്ള താഴത്തെ ഫ്ലോർ ആണ്. ഇതെന്താണ്, വസത്തുൽ ലിസാൻ, നാവിന്റെ മിഡിൽ. അപ്പൊ ആദ്യത്തെ ഫ്ലോറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 അക്ഷരങ്ങളാണ് 2 ആൾക്കാർക്കും എന്തുണ്ട് ാണ് വരുന്നത്. ഇവിടുന്ന് 3 അക്ഷരങ്ങൾ ഉണ്ട്, പക്ഷെ എന്തില്ല, അവർക്ക് ഒരു റൂമുള്ളൂ. ഒരു റൂമിൽ നിന്ന് തന്നെയാണ് ഈ 3 അക്ഷരങ്ങളും വരുന്നത്. ഓക്കെ, വസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നാവിന്റെ മിഡിൽ, നാവിന്റെ നടുഭാഗം. അപ്പൊ ഇവിടുന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ജീം, ഷീൻ, യ. ഏതൊക്കെയാണ്, ജീം, ഷീൻ, യ. ഇങ്ങനെ 3 അക്ഷരങ്ങളാണ് എന്ത്, നാവിന്റെ നടുഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ജീം നമുക്ക് നോക്കാം. ജീമിന്റെ മഖ്റജ് എവിടെയാണ്. അപ്പം നമ്മൾ ഓരോ അക്ഷരങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ഭാഗം കൊണ്ട് മാത്രം നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല, അല്ലെ? അഥവാ 2 കൈയും കൂടെ കൂട്ടിമുട്ടുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതേപോലെ നാവിന്റെ നടുഭാഗം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, അക്ഷരം പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ എന്തും കൂടെ പറയണം, നാവിന്റെ നടുഭാഗം അതെവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്ന് കൂടെ നമ്മൾ നോക്കണം. നാവിന്റെ നടുഭാഗം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അതിന്റെ നേരെ മുകളിലുള്ള ആ ഒരു പാലറ്റിൽ, അഥവാ ആ ഒരു ഭാഗത്താണ് തട്ടിക്കേണ്ടത്. നാവിന്റെ നടുഭാഗം അതിന്റെ നേരെ മുകളിലുള്ള ഭാഗത്ത് തട്ടിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ജീം, ഷീൻ, യ എന്നുള്ള അക്ഷരങ്ങൾ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ജീം നോക്കാം. الحج الحج
ഓക്കെ. എഡ്ജ് അഥവാ ജീമ് നമുക്ക് നോക്കിയാൽ ഇവിടെ പിക്ചറിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാവിന്റെ മിഡില് അതിന്റെ നേരെ മുകളിൽ ടച്ച് ചെയ്യാണ്. അവിടെ കംപ്ലീറ്റ്ലി എന്താവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട് അല്ലെ. അവിടെ വേറെ ഒരു സ്പേസ് ഒന്നുമില്ല. നാവിന്റെ നടുഭാഗം നേരെ പോയിട്ട് അതിന്റെ മുകളിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നാവിന്റെ നടുഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഇതാണ് എന്ന് കണക്കാക്കരുത്. ഓക്കെ, എവിടെയാണ് ഇതാണ് എന്ത് നമ്മൾ ജീമ് പറയുന്ന പോർഷൻസ്. ഈ ഒരു ഭാഗം മാത്രം ഭാഗം അതിന് നേരെ മുകളിലുള്ള ഭാഗത്ത് ടച്ച് ചെയ്യണം. അവിടെ കംപ്ലീറ്റ്ലി എന്താകും, ടച്ച് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ഭാഗമല്ല, കുറച്ചധികം ഭാഗം എന്താകും, നാവിന്റെ നടുഭാഗം ജീമിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ടച്ച് ചെയ്യണം. ഓക്കെ, ഇനി ജീം പറയുമ്പോൾ നമ്മൾ മുന്നേ കോഫ് പറഞ്ഞതുപോലെ, കോഫ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആക്ക് ആക്ക്, അതേ ഒരു സൗണ്ടാണ് എന്ത് ഇവിടെ ജീമ് പറയുമ്പോഴും, എജ് എജ്. അപ്പൊ ജീമു എന്തിന്റെ അക്ഷരാണ്, കൽക്കലയുടെ അക്ഷരാണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ജീമിന്റെ ബാക്കി സിഫത്തുകൾ നോക്കാം. ജീമു പറയുമ്പം കൽക്കല കൊടുക്കാതെ നമ്മൾ കോഫ് പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞു നോക്കാം. എഡ് എഡ്, എന്തില്ല, എയർ പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ സൗണ്ടും ബ്ലോക്ക് ആവാണ്. കാരണം എന്താ, ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടാണ് ഉള്ളത് മഹ്റജ്. സൗണ്ടിന് പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല, എയറിനും പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. അവിടെ കംപ്ലീറ്റ്ലി അടഞ്ഞത് കൊണ്ട് തന്നെ എയറും സൗണ്ടും ഒന്നും എന്താവണില്ല, പുറത്തേക്ക് പോകുന്നില്ല ജീമു പറയുമ്പോൾ. ഓക്കെ, അപ്പം ആ ഒരു ഇത് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്, ആ ഒരു സൗണ്ട് പുറത്തേക്ക് പോകാത്തത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൽക്കല ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ, എഡ്ജ് എഡ്ജ് അഥവാ അവിടെ ടച്ച് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ചെറുതായിട്ട് നമ്മൾ ഗ്യാപ്പ് കൊടുക്കും, നേരത്തെ കോഫിന് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ജീമു എന്താണ്, കൽക്കലയുടെ അക്ഷരാണ് എഡ്ജ്. അപ്പൊ പ്രത്യേകം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കൽക്കല ഇല്ലാതെ ജീമു പറഞ്ഞു നോക്കുക. നമ്മുടെ ജീമു ശരിയാണോ എന്ന് നമുക്ക് അറിയാനുള്ള ഒരു വേ ആണ് എന്ത്, കൽക്കല കൊടുക്കാതെ അഥവാ അജ് എന്ന് പറയാതെ ജീമു പറഞ്ഞു നോക്കുക. ജസ്റ്റ് നമ്മൾ സാധാരണ ഇപ്പം എന്താണ് അഹ് എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ അക് എന്ന് പറയുന്ന ആ രീതിയിൽ ജീമിനെ പറയാം, അജ് എന്ന് പറയാതെ അജ്. അങ്ങനെ പറയുമ്പം എയർ അതുപോലെ തന്നെ സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീം ശരിയായിട്ടില്ല. എങ്ങനെ, ചില ചില സമയത്ത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാവും, അജ് അജ് എന്നാവും. അതെന്താണ്, തെറ്റാണ്. ജീമിന്റെ കറക്റ്റ് മഹ്റജിൽ വെച്ചിട്ട് നമ്മൾ പറയുമ്പം, കൽക്കല കൊടുക്കാതെ നമ്മൾ പറയുമ്പം എയറും പുറത്തേക്ക് വരില്ല, സൗണ്ടും പുറത്തേക്ക് വരില്ല. എയറും സൗണ്ടും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജീമ് വെക്കുന്ന സ്ഥലം എന്തായിട്ടില്ല, ശരിയായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, നാവിന്റെ അറ്റം യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ജീം സുക്കൂന് കൽക്കൽ ഇല്ലാതെ പറയുമ്പോൾ എന്തായിരിക്കും, സൗണ്ട് നമുക്കൊരു തടസ്സം ഉണ്ടാവും, ഒരു ബ്ലോക്ക് ഉണ്ടാവും സൗണ്ട്. അപ്പൊ ആ സൗണ്ട് ബ്ലോക്ക് ആകുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീമിന് കൽക്കല കൊടുക്കുന്നത്. എജ് എജ്, പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റ് വരരുത്. അധികവും ജീമ് പറയുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്കാണ് അച്ച് അച്ച്, ഒരു ച്ച് എന്നുള്ള സൗണ്ട് വരും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു സൗണ്ട് ഉണ്ടാവരുത്. ജീമ് എന്നുള്ള അക്ഷരം സ്ട്രോങ് ലെറ്റർ ആണ്, എന്നാ ഹെവി ലെറ്റർ അല്ല. ഓക്കെ, അപ്പം ജ ജി ജു നമുക്ക് നോക്കുമ്പോൾ എന്താ, നാവിന്റെ ബാക്ക് സൈഡ് ഉയരുന്നൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജീം എന്തല്ല, ഹെവി ലെറ്റർ ഒന്നല്ല, അഥവാ ഇസ്തിഫാലിന്റെ ലെറ്റർ ആണ്, ലൈറ്റ് ലെറ്റർ തന്നെയാണ്. പക്ഷെ ജീം എന്താണ്, കുറച്ച് സ്ട്രോങ് ലെറ്റർ ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താ, കാരണം എയറും പുറത്തേക്ക് പോയില്ല, സൗണ്ടും പുറത്തേക്ക് പോയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാവിന്റെ ആ ഒരു മിഡിൽ പോർഷൻ കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീമിനെ നമ്മൾ ആ ഒരു സ്ട്രോങ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഹെവിനെസ്സും സ്ട്രോങ് രണ്ടും രണ്ടാണ്, ആ ഒരു ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്തായി പോകും, ആ ഒരു ച, മലയാളത്തിലുള്ള ച അല്ലെങ്കിൽ ജാ പോലൊക്കെ സൗണ്ട് ആവും. ഒരു ചാ, കാറ്റ് വരുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ എയർ ജീമ് പറയുമ്പോൾ വരരുത്. ഓക്കെ, ഏ ജാലൂന, ഏ ജാലൂന എന്നാണോ ഓതേണ്ടത്, അല്ല, ഏ ജാലൂന ജീമിന് കൽക്കലുണ്ട്. അപ്പൊ ജീം സുക്കൂന് വരുമ്പോ എന്തുണ്ട്, ജീമിന് കൽക്കലുണ്ട്. ഇപ്പൊ നമ്മള് മനസ്സിലാക്കി, ജീം എന്നുള്ള അക്ഷരം
എന്താണ് നാവിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ ദാനി കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി ജീം എന്നുള്ള അക്ഷരം എന്താണ്? നാവിന്റെ നടുഭാഗം അതിന്റെ നേരെ മുകളിൽ ടച്ച് ചെയ്തിട്ടാണ് പറയേണ്ടത്. അപ്പൊ നമ്മള് എയർ നോക്കുമ്പോൾ എന്താണ്? ജീമിന് എയർ ഇല്ല, അതുകൊണ്ട് തന്നെ ജീം എന്താണ്? ജഹറിന്റെ ലെറ്റർ ആണ്, എയർ പുറത്തേക്ക് പോയില്ല. സൗണ്ട് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കി സൗണ്ടും ബ്ലോക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഷിദ്ദയുടെ ലെറ്റർ ആണ്. ഇനി ഡയറക്ഷൻ ഓഫ് സൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് ഇസ്തിഫാലാണ് കേട്ടോ. ഓക്കെ, സ്ലൈഡിൽ മിസ്റ്റേക്ക് വന്നതാണ്, അത് നിങ്ങൾ നോക്കണം. അഥവാ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സൗണ്ടിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ജീം എന്താണ്? നാവിന്റെ ബാക്ക് സൈഡ് ഉയരുന്നൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ നടുഭാഗം കൊഴിഞ്ഞിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീം എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. ഓക്കെ, അതേപോലെ തന്നെ ജീം എന്നുള്ള അക്ഷരത്തിന് ഒരു സ്പെഷ്യൽ സ്ലിപ്പ് ഉണ്ട്, അതെന്താണ്? കൽക്കല. കാരണം എന്തുകൊണ്ടാ? ജീമിന്റെ സൗണ്ട് അവിടെ ബ്ലോക്ക് ആവാണ്. അപ്പം ആ സുക്കൂന് കൊടുക്കുന്ന സമയത്ത് ആ സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൽക്കല കൊടുക്കണം. എന്തുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ആവുന്നത്? കാരണം ജീമിന്റെ മഹ്റജ് എന്താണ്? അവിടെ ക്ലോസ് ആണ്, മഹ്റജ് അടഞ്ഞിരിക്കാണ് അവിടെ. അപ്പം പുറത്തേക്ക് സൗണ്ട് പുറത്തേക്ക് പോകാൻ അവിടെ എന്തില്ല? വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ജീമിന് നമ്മൾ കൽക്കല കൊടുക്കുന്നത്. അടുത്ത അക്ഷരം എന്താണ്? ഷീൻ. ജീം, ഷീൻ, യ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 അക്ഷരങ്ങളും നാവിന്റെ നടുഭാഗത്തു നിന്നാണ് വരുന്നത്. മൂന്നും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്, അഥവാ വേറെ വേറെ സെപ്പറേറ്റ് റൂംസ് ഒന്നും ഇല്ല. നടുഭാഗം മിഡിൽ ഫ്ലോറിൽ നിന്നും ആ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് ഈ 3 ലെറ്റേഴ്സും വരുന്നത്. എന്നാൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അഥവാ ഒരേ നാവിന്റെ നടുഭാഗം തന്നെയാണ്, അതിന്റെ നേരെ മുകളിലേക്ക് തന്നെയാണ് ഉയർത്തേണ്ടത്, അവിടെ തന്നെയാണ് ടച്ച് ചെയ്യേണ്ടത്. പക്ഷെ ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഷീന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതാ നേരത്തെ നമ്മൾ ജീമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നാവിന്റെ മിഡിൽ പോർഷൻ അതിന്റെ നേരെ മുകളിലുള്ള ഭാഗത്തേക്ക് ടച്ച് ചെയ്യും. പക്ഷേ എന്താണ് വ്യത്യാസം? ജീമിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്, ഇവിടെ എന്തില്ല? ഗ്യാപ്പും ഇല്ല. അഥവാ നാവിന്റെ നടുഭാഗം നേരെ മുകളിൽ ടച്ച് ചെയ്തിട്ട് അവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. എന്നാൽ ഷീനിലേക്ക് വരുമ്പോൾ എന്തുണ്ട്? ചെറിയൊരു സ്പേസ് കാണാൻ പറ്റുന്നത്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി നമ്മൾ എന്താക്കണില്ല, നമ്മുടെ നാവിന്റെ നടുഭാഗത്തെ പോയിട്ട് അവിടെ ടച്ച് ചെയ്യൂല. അഷ് അഷ് എന്തുണ്ടാവും? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മൾ ഷീന് പറഞ്ഞപ്പം ഇതുവരെ പറഞ്ഞ ചെയ്യുന്ന പോലത്തെ സൗണ്ട്, ഇത് ഷീനിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്ലിഫയാണ്. നമ്മൾ ഇപ്പം ജീമിനും കോഫിനും ഒക്കെ കൽക്കല എന്ന് പറഞ്ഞതുപോലെ ഇത് ഷീനിന് മാത്രം ഉള്ളതാണ്. അപ്പം ഷീന് പോലെ തന്നെ ഉള്ളൊരു മറ്റൊരക്ഷരാണ് സീന്. നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും നമുക്കറിയാം അല്ലെ, ഷീനും സീനും ഏകദേശം കാണാൻ ഒരുപോലെയാണ്. ഷീനിന് 3 പുള്ളി ഉണ്ട്, സീനിന് 3 പുള്ളി ഇല്ല, അതാണ് വ്യത്യാസം. എന്നാൽ ഇത് രണ്ടും എന്താണ്? ടോട്ടലി ഡിഫറെന്റ് ആ. സീന് പറയുമ്പോ എങ്ങനെ? എസ്, ഷീന് പറയുമ്പോൾ അഷ്. രണ്ടിന്റെയും എന്താണ്? സൗണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം ഷീന് പറയുമ്പം ഈ ഒരു സ്പ്രേ ചെയ്യണ സൗണ്ട്, ഈ ഒരു അഷ് എന്നുള്ള സൗണ്ട് വരുന്നത് ഷീനിന്റെ ഒരു സ്പെഷ്യൽ സ്ലിഫയാണ്. അതിന് പറയും തഫഷി എന്ന് പറയും. അഥവാ ആ ഷീനിന്റെ ആ ഒരു സൗണ്ട് പോലെ തന്നെ ആ ഒരു കാര്യവും അഷ്, തഫഷി എന്ന് പറയും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു അക്ഷരത്തിന് എക്സ്ട്രാ ഇതിനൊരു കാര്യം കൊടുക്കല്ല ഇതിന്റെ സ്വൈപ്പത്തിലൂടെ. എന്താണ് നടക്കുന്നത്? ആ അക്ഷരം അതിന്റെ മഹ്റജിൽ നിന്ന് നമ്മൾ ശരിയായ രീതിയിൽ പറയുമ്പോൾ എന്തുണ്ടാവും? ഈ സ്വൈപ്പത്തൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഈ സ്വൈപ്പത്തുകൾ നമ്മൾ പറയുമ്പം കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ പറയുന്ന അക്ഷരത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്.
അപ്പൊ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇസ്തിഗ്ഫാർ പഠിക്കുന്നത്. അത് ഓരോരുത്തരും എപ്പോഴും നോട്ട് ചെയ്യാം. എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഈ പേരുകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്താണ് പ്രോസസ്, എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ തഫഷി പറയുന്നതിന് മുമ്പ് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഷീനിനെ പറഞ്ഞു നോക്കാം. ഷീനിന് സുക്കൂന് കൊടുത്തിട്ട് നമ്മൾ പറയാം അഷ്. എന്ത് വരുന്നുണ്ട്? കാറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പം ഷീൻ എന്താണ്? എയർ പുറത്തേക്ക് പോകുന്ന ലെറ്ററാണ്. അപ്പൊ എന്തിന്റെ ലെറ്റർ ആയിരിക്കും? ഹംസിന്റെ ലെറ്റർ ആയിരിക്കും. ഇനി സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഷ്, നല്ലപോലെ സൗണ്ടും പോകുന്നുണ്ട് അല്ലെ. നമുക്ക് അവിടെ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു കുടുസോ ഒന്നും തോന്നുന്നില്ല, നല്ല രീതിയിൽ സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഷീൻ എന്താണ്? സൗണ്ട് പുറത്തേക്ക് പോകുന്ന അക്ഷരമാണ്. സൗണ്ട് അവിടെ ബ്ലോക്ക് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആവുമ്പോൾ റഹാവയുടെ ലെറ്റർ ആണ്. ഇനി ഷീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഷീൻ എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്. അതിൽ നമുക്കിപ്പോ കുറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം നാവിന്റെ ബാക്ക് സൈഡ് അവിടെ താഴ്ന്നിട്ടാണുള്ളത്. അതുപോലെ നടുഭാഗത്ത് കുഴിയൊന്നുമില്ല. അതുകൊണ്ട് ഷീനിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സിഫ അഥവാ സ്പ്രെഡിങ് സൗണ്ട് അഥവാ തഫഷി എന്ന് പറയുന്ന ഈ ഒരു സിഫ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ് സംഭവിക്കുന്നത്? അഥവാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഈ മഹ്റജ് എന്താണ്? ചെറിയൊരു ഗ്യാപ്പാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ ചെറിയ ഗ്യാപ്പിൽ നിന്ന് ആ സൗണ്ടും എയറും എന്താവാണ്? പെട്ടെന്ന് വലിയൊരു ഇതിലേക്ക് പോവാണ്. ചെറുതായിട്ട് പോകുന്ന ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് എന്താവാണ്? അത് കൂട്ടമായിട്ട് ഒന്നിച്ചു പോവാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് എന്താവുന്നത്? ഈ ഒരു എന്താ പറയാ സ്പ്രേയിങ് സൗണ്ട് ഉണ്ട്. നമ്മള് കുക്കറിന്റെ വിസില് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ? വിസില് വരുന്നത് എവിടുന്ന? ചെറിയൊരു ഹോളിൽ ആ വിസിലിന്റെ എയർ വരുന്നത്. പക്ഷെ അതിന്റെ സൗണ്ട് എന്താ? എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടാവുന്നത്? അത് ആ ഒരു മെക്കാനിസം ആണ്, അഥവാ ആ സൗണ്ടിന്റെ മെക്കാനിസം ആണ് അത്. അതെങ്ങനെയാ ഉണ്ടാവുന്നത്? ആ ചെറിയ ഗ്യാപ്പിൽ നിന്നും വലിയൊരു സ്പേസിലേക്കാണ് എന്താവുന്നത്? അത് പുറത്തേക്ക് പോകുന്നത്, ആ എയർ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. അതേ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. എന്താ? നമ്മുടെ നാവിന്റെ മിഡിൽ ഭാഗം നേരെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ ഗ്യാപ്പ് കുറയാണ്. ഈ ഒരു എയർ എന്താവും? വളരെ ചെറിയൊരു സ്പേസിലോട്ടാണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എന്താവുന്നുണ്ട്? അത് വലിയ സ്പേസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ജീമ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നാവിന്റെ മിഡിൽ ഭാഗം ഏകദേശം നല്ല പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്താ? അങ്ങനെ കുറെ സ്പേസ് ഒന്നും ഇല്ല അല്ലെ. ഇവിടെ ഗ്യാപ്പ് ഒന്നും വലുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മള് ഷീനിലേക്ക് വരുമ്പോൾ ആ ഒരു പൊസിഷൻ തന്നെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ നാവിന്റെ മിഡിൽ ഭാഗം കംപ്ലീറ്റ്ലി അവിടെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താണ്? ജീമ് പറഞ്ഞ പോലെ അത്ര കുറെ ഭാഗവും നമുക്ക് വേണ്ട. കാരണം ഈ ഒരു ഭാഗം എന്താ? ഇവിടെ എന്താണ്? ചെറിയൊരു വ്യത്യാസം വന്നു അല്ലെ. അപ്പൊ അവിടെ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഷീന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്നതിലൂടെ എന്താവാണ്? ഫസ്റ്റ് ചെറിയ പോർഷനിൽ നിന്നും വലിയ പോർഷനിലേക്ക് ആ എയർ പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സ്പ്രെഡിങ് സൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞത് മാത്രമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട, ഒരു കുഴപ്പമില്ല. നമ്മൾ പറയുമ്പോൾ ആ സൗണ്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഷീന് കുറെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലെറ്റർ പറയുമ്പോൾ വരേണ്ടത് മാത്രം എന്താക്കിയാൽ മതി? നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അഥവാ നമ്മൾ കറക്റ്റ് അതിന്റെ മഹ്റജ് എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ പറയുമ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന മഹ്റജ് എന്തായിട്ടില്ല? ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ ഇസ്തിആദ ഓതുമ്പോൾ, അഊദ് ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അശ്ശ, അവിടെ ഒരു കുറച്ച് ടൈം അധികം വരും. കാരണം എന്താ? ഈ ഒരു സ്പ്രേയിങ് സൗണ്ട് അല്ലെങ്കിൽ ഈ സ്പ്രെഡിങ് സൗണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഷീനിനെ നമ്മൾ മനസ്സിലാക്കി. ഷീൻ എന്താണ്? എയർ പുറത്തു പോകുന്ന ലെറ്റർ ആണ്. അപ്പൊ ഹംസായിരിക്കും. സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. റഹാവയാണ്. സൗണ്ടിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്. ഇസ്തിഫാലാണ്. പിന്നെ ഒരു സ്ലിഫ, സ്പെഷ്യൽ സ്ലിഫ നോക്കുകയാണെങ്കിൽ തഫഷ്യ. അപ്പം നമ്മൾ പറഞ്ഞു ജീം, ഷീൻ, യാ 3 ലെറ്ററും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത് അല്ലെ. പക്ഷെ ജീമും ഷീനും നോക്കുകയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി എന്താണ്? എല്ലാ സ്ലിഫത്തും ഓപ്പോസിറ്റാ. അപ്പം ആകെ ഇസ്തിഫാല് മാത്രമാണ് സെയിം വരുന്നത് അല്ലെ. എയർ നോക്കുകയാണെങ്കിൽ ജീമിന് എയർ പോണില്ല, ജഹറാണ്. എന്നാൽ ഷീനിലേക്ക് വരുമ്പോൾ ഷീന് ഹംസായി. എന്നാൽ സൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ജീം എന്താണ്? ഷിദ്ദയുടെ ലെറ്റർ ആണ്, അഥവാ സൗണ്ട് അവിടെയും പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ ഷീനിലേക്ക് വരുമ്പോൾ ഷീന് കംപ്ലീറ്റ്ലി സൗണ്ട് പുറത്തു പോകുന്നുണ്ട്, റഹാവൻ.
ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഷീനും ജീമും എന്താണ് സെയിം തന്നെയാണ്, ഹെവിയോ ഒന്നല്ല, രണ്ടും ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ, അവിടെ മാത്രമുള്ള ഒരു സെയിം. ഇനി സ്പെഷ്യൽ സിഫ നോക്കുകയാണെങ്കിൽ ജീമിന് ഇല്ലാത്തൊരു സ്പെഷ്യൽ സിഫ എന്തിനുണ്ട്, ഷീനിനുണ്ട്. അപ്പം ഒരേ സ്ഥലത്തു നിന്നാണെങ്കിലും ഇതിന്റെ സ്വഭാവങ്ങളൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് എന്ത് കംപ്ലീറ്റ്ലി അതിന്റെ സൗണ്ടിലും ഡിഫറെന്റ് വരുന്നത്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ലെറ്റർ ആണ് യാ. ലെറ്റർ യാ ഇവിടെ കാണാൻ പറ്റും ഗൈർ മദ്ദിയ. അതെന്തുകൊണ്ടാണ് നമ്മൾ ഗൈർ മദ്ദിയ എന്ന് കൊടുത്തത്? അഥവാ നമ്മൾ മുന്നേ ജൗഫിൽ നിന്നും വരുന്ന ഒരു യാ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതെന്ത് യാണ്? മദ്ദിന്റെ യാണ്. അപ്പൊ ഗൈർ മദ്ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ് അല്ലാത്ത യാ. ഓക്കെ, നമ്മള് മുന്നേ പഠിച്ചത് എന്താണ്? മദ്ദിന്റെ യാ. അതല്ലാത്ത യാ ഉണ്ട് അല്ലെ, നമ്മൾ അലിഫ് ബ ത സ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്ന അക്ഷരാണ് യാ. ആ യാന്റെ മഖ്റജാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? അത് എന്താ? ഈ ഹുറൂഫുൽ ഹിജായിലുള്ള യാ അല്ല, അത് മദ്ദിന്റെ യാ. അത് ആ യാ മദ്ദിന്റെ യാ ആവണമെങ്കിൽ എന്ത് വേണം? ആ യാക്ക് സുക്കൂൻ ഉണ്ടാവണം, തൊട്ടു മുമ്പ് കെസ്റ ഉണ്ടാവണം, അപ്പോഴാണ് അത് മദ്ദിന്റെ യാ. ഇവിടെയുള്ള യാ എന്താണ്? യാ ഫത്ഹ, യാ കെസ്റ, യാ ദമ്മാൻ, യാ സുക്കൂൻ ഒക്കെ വന്നാലും ഇത് യാ തന്നെയാണ്. ഓക്കെ, മുമ്പ് കെസ്റ വരുന്ന സമയത്ത് അതെന്താവും? അത് മദ്ദിന്റെ യാവും. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യാ എന്താണ്? മദ് അല്ലാത്ത യാണ്. ജീം ഷീൻ യാ എന്ന് പറയുന്ന യാ ഏതായിരിക്കും? ഗൈർ മദ്ദിയാണ്, മദ് അല്ലാത്ത യാ. ഓക്കെ, അപ്പൊ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? നമ്മുടെ നാവിന്റെ മിഡിൽ പോർഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ജീം ഷീൻ യാ മൂന്നും ഒരേ ഫ്ലോറിൽ നിന്നാണ്, ഒരേ റൂമിൽ നിന്നാണ്. അപ്പൊ നാവിന്റെ മിഡിൽ പോർഷൻ തന്നെയാണ്. ഒരേ റൂമിൽ നിന്നാണ്. എവിടെയാണ് നാവിന്റെ മിഡിൽ? എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? അതിന്റെ നേരെ മുകളിലുള്ള ഭാഗത്ത് തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഷീന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ നാവിന്റെ മിഡിൽ പോർഷൻ യൂസ് ചെയ്യുന്ന ഭാഗത്തിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഷീനാവുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടുള്ള ഒരു ഭാഗമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ യാലേക്ക് വരുമ്പം കുറച്ച് കൂടെ പിറകിലുള്ള ഒരു ഭാഗമാണ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ജീമിന് തീരെയും ഗ്യാപ്പില്ല, ഷീനിന് ചെറിയ ഗ്യാപ്പാണ്. എന്നാൽ യാലേക്ക് വരുമ്പം ഷീനിനെക്കാളും ഗ്യാപ്പ് എന്താവുന്നുണ്ട്? ഇവിടെ കൂടുന്നുണ്ട്. അഥവാ ഷീനിന്റെ അത്രയും നമ്മൾ എന്താക്കേണ്ടതില്ല, നാവിനെ മുകളിലേക്ക് ഉയർത്തേണ്ടതില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറയും. ഇതൊക്കെ വളരെ ഇപ്പൊ ഇവിടെ കാണുന്ന ഇത്രയും ഗ്യാപ്പ് ഒന്നും ശരിക്കും ഉണ്ടാവില്ല. ഇതിപ്പോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് കാണിച്ചു തരുന്നത്. വളരെ ചെറിയ നാരോ സ്പേസസ് മാത്രമേ ഇതിന് എന്തുണ്ടാവുള്ളൂ, ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ മൂന്നക്ഷരവും ഒരേ സ്ഥലത്തു നിന്നാണ് എന്ന് പറയുന്നത്. കാരണം അത്രയും ചെറിയ ഡിഫറൻസ് ആണ്. പക്ഷെ എന്ത് തന്നെ ആയാലും ആ ഡിഫറൻസ് ആണ് എന്ത് ഈ അക്ഷരത്തിനെ വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഐ യ യു ഈ ലാ യസ്തഹ്യി. ഐ യ യു ഈ യാ എന്നുള്ള ലെറ്റർ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ യാനെ ഷീന് പറയുന്ന അത്ര ഉയർത്തുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. എന്താ? ഒരു വൈബ്രേഷൻ ഒക്കെ സൗണ്ട് ഉണ്ടാവും. അത്ര നമ്മൾ ഒരിക്കലും ഉയർത്തരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുമ്പോൾ യാ എന്താണ്, ആ ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് ഐ യ യു ഈ ഐ യ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് യാന്റെ സ്ലിഫത്തിലേക്ക് പോവാണെങ്കിൽ നോക്കാം. യാ പറഞ്ഞു നോക്കാം. ഐ എയർ വരുന്നുണ്ടോ? കൈ വെച്ച് നോക്കാം. ഇല്ല, എയർ ഒന്നും വരുന്നില്ല. അപ്പം യാ എന്താണ്? ജഹറിന്റെ ലെറ്റർ ആണ്. അഥവാ എയർ പുറത്തേക്ക് പോകുന്നില്ല യാ പറയുമ്പോൾ. ഇനി സൗണ്ട് നോക്കുകയാണെങ്കിൽ ഐ ഐ, നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, സൗണ്ടിന് ഒരു ബ്ലോക്കും ഇല്ല. ഐ എന്ന് പറയുമ്പോൾ സൗണ്ട് എന്താവുന്നുണ്ട്? നല്ലപോലെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം യാ എന്താണ്? റഹാവയുടെ ലെറ്റർ ആണ്. സൗണ്ട് നല്ലോണം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി ഹെവി ആണോ ലൈറ്റ് ആണോ? ഡയറക്ഷൻ എന്താ? താഴോട്ടേക്കാനാണ് അല്ലെ. സൗണ്ട് മുകളിലേക്ക് ഉയർത്തുന്നൊന്നുമില്ല, നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ടും അല്ല ഉള്ളത്. അപ്പം യാ എന്നുള്ളത് എന്താണ്? ഇസ്തിഫാൻ അക്ഷരമാണ്. അതേപോലെ തന്നെ ഈ യാ എന്നുള്ള അക്ഷരത്തിനും ഒരു സ്പെഷ്യൽ സ്ലിഫ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാവിന്റെ മിഡിൽ പാർട്ട് എന്ന് വരുന്ന 3 അക്ഷരങ്ങൾക്കും 3 വ്യത്യസ്തമായ സ്പെഷ്യൽ സ്ലിഫ് ഉണ്ട്. ഓക്കെ, അഥവാ ഇവര് 3 ആൾക്കാരും ഒരേ ഫ്ലോറിലാണ്, ഒരേ റൂമിലാണ്. പക്ഷെ എന്താ, 3 ആൾക്കും വ്യത്യസ്തമായ ബെഡ്ഷീറ്റ് ആണ്, വ്യത്യസ്തമായ തലയാണാണ്. എന്നാൽ ഒരേപോലത്തെ പുതപ്പാണ് 3 ആൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, 3 ആളും ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ 3 അക്ഷരത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. 3 അക്ഷരങ്ങളും ഒരേ ഫ്ലോറിലാണ്, ഒരേ റൂമിലാണ്, എന്നാൽ 3 വ്യത്യസ്തമായ ബെഡിലാണ്, 3 വ്യത്യസ്തമായ ബെഡ്ഷീറ്റ് ഉണ്ട്, തലയണുണ്ട്. എന്നാൽ ഒരു പുതക്കുന്നത് എന്താ, 3 ആൾക്കാരും സെയിം. അഥവാ 3 ലെറ്റേഴ്സും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, നാവിന്റെ മിഡിലാണ് വരുന്നത്
വശത്തുൽ ലിസാൻ അത് എവിടെ നിന്നാണ് ടച്ച് ചെയ്യുന്നത്? വശത്തുൽ ലിസാൻ അതിന്റെ നേരെ മുകളിലുള്ള ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ ജീം ആവുമ്പോൾ കംപ്ലീറ്റ്ലി മഖ്റജ് എന്താവും? അവിടെ ക്ലോസ് ആവും, അവിടെ സ്പേസ് ഒന്നുമില്ല. ഷീൻ ആകുമ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, യാ ആകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ യാ എന്നുള്ള ലെറ്ററിന് വേറൊരു സ്പെഷ്യൽ സിഫ നമ്മൾ പറഞ്ഞു, അഥവാ അല്ലീൻ എന്ന് പറയും. അല്ലീൻ എന്ന് പറഞ്ഞാല് സൗണ്ടിന് എന്താക്കുക? സോഫ്റ്റ് ആക്കുക, ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട്. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ അടുത്ത് പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട് സൂറ ത്വാഹയിൽ അല്ലെ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ എന്നാ പറയുന്നത്. അഥവാ വളരെ സൗമ്യമായി അല്ലെങ്കിൽ സോഫ്റ്റ് ആയ രീതിയിൽ വേണം സംസാരിക്കാൻ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ലയ്യീൻ അഥവാ ആ ഒരു ലീൻ സോഫ്റ്റ്നെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെപ്പോഴാണ് ഇത് ഉണ്ടാവുക? ഈ യാക്ക് സുക്കൂനും ഇതിന് തൊട്ട് മുമ്പ് ഫത്ഹ വരണം. ഓക്കെ, അപ്പോൾ മാത്രമാണ് ഇതെന്താവുള്ളൂ? ആ ഒരു ലീനാവുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ കൽക്കലയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, കൽക്കല ആ ലെറ്ററിന് സുക്കൂൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൽക്കല ചെയ്യുന്നത്. അതേപോലെ ഈ സ്പെഷ്യൽ സിഫ് എപ്പോഴാണ്? ഈ സ്പെഷ്യൽ സിഫ് ഉണ്ടാവണമെങ്കിൽ ഇതിന് സുക്കൂൻ ഉണ്ടാവണം, യാക്ക് സുക്കൂൻ ഉണ്ടാവണം, തൊട്ട് മുമ്പ് എന്തുകൂടെ വേണം? ഫത്ഹ ഉള്ള ലെറ്റർ വേണം. ഓക്കെ, അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ വൈ, അങ്ങനെ എന്താണെങ്കിലും ഏതക്ഷരാണെങ്കിലും ബൈ ടൈ സൈ ഏതാണെങ്കിലും ഫത്ഹ ഉള്ള ലക്ഷണം. ഫത്ഹിന് ശേഷം യാ സുക്കൂൻ വരുമ്പോൾ ഓക്കെ, നമ്മൾ മാലിക്കി അത് വാവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഐന എന്ന് പറയുന്നില്ലേ? ഓക്കെ, അപ്പം യാ സുക്കൂനിന് തൊട്ട് മുമ്പ് ഫത്ഹ വരുമ്പോഴാണ് ഈ ലീൻ ഉണ്ടാവുന്നത്. ഇത് ഈ ഒരു സ്പെഷ്യൽ സിഫുള്ള വേറൊരു ലെറ്റർ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ വാ സുക്കൂനാണ്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ലെറ്ററിന്റെ മഖ്റജിൽ എത്തുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ യാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി യാ എന്താണ്? ഏറെ പുറത്തേക്ക് പോയില്ല, അപ്പൊ ജഹറിന്റെ ലെറ്റർ ആണ്. സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പൊ റഖാബയുടെ ലെറ്റർ ആണ്. എന്നാൽ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്. 3 ലെറ്റേഴ്സിനും ഒരേപോലെയുള്ള സിഫാണ് എന്ത്? ലൈറ്റ് ലെറ്റർ ആണ് അല്ലെ? 3ഉം ഇസ്തിഫാലിന്റെ അക്ഷരാണ്, ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. 3 അക്ഷരങ്ങൾക്കും 3 സ്പെഷ്യൽ സിഫ പറഞ്ഞു. ജീമിന് കൽക്കലയാണ്, ഷീനിന് തഫഷിയാണ്, യാക്ക് ലീനാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ 3 അക്ഷരങ്ങളും. ഇതെങ്ങനെയാണ് പറയുന്നത്? നാവിന്റെ മിഡിൽ പാർട്ട് അതിന്റെ നേരെ മുകളിലുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്നു. ജീം പറയുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിരിക്കും, ഷീന് പറയുമ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, യാ പറയുമ്പോൾ അതിനേക്കാളും ഗ്യാപ്പ് ഉണ്ടാവും. ഇതാണ് ഈ 3 ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് 3 കൂടെ ഒന്നിച്ചുള്ള പിക്ചർ നോക്കാം. ഓക്കെ, بين مخارج الجيم والشين والياء. لما نرى الثلاثة إلى جانب بعضها يتبين لنا. അഥവാ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 എന്താണ്? നാവിന്റെ മിഡിൽ പാർട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ജീം നോക്കുമ്പോൾ ഏകദേശം കുറച്ച് അധികം ഭാഗം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നാവിന്റെ മിഡിൽ, അതുപോലെ കംപ്ലീറ്റ്ലി അവിടെ ക്ലോസ് ആവുന്നുണ്ട്. ഇനി ഷീനിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ജീം വെച്ച് നോക്കുകയാണെങ്കിൽ ജീമിനേക്കാൾ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഷീനിലേക്ക്. ഇനി യാലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ഷീനേക്കാളും ഗ്യാപ്പ് ഉണ്ട് യാ പറയും. അപ്പൊ ഇത്രയാണ് ജീം ഷീൻ യാ ഈ 3 ലെറ്റേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 3ാമത്തെ വീടായ അൽ-ലിസാൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽ-ലിസാനിലെ ഫസ്റ്റ് ഫ്ലോറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അഖ്സൽ ലിസാൻ, അവിടുന്ന് ഖാഫും കാഫും ആണ് വരുന്നത്. എന്താ? ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമുണ്ട്, ഒരു റൂമിൽ ഖാഫും മറ്റൊരു റൂമിൽ കാഫും. അഖ്സൽ ലിസാൻ നാവിന്റെ അങ്ങേയറ്റം എവിടെ ടച്ച് ചെയ്യും? സോഫ്റ്റ് പാലറ്റിൽ ടച്ച് ചെയ്യുന്നത് ഖാഫും, ഹാർഡ് പാലറ്റിൽ ടച്ച് ചെയ്യുന്നത് കാഫ്. പിന്നെ നമ്മൾ ഈ വീടിന്റെ മിഡിൽ ഫ്ലോറിനെ കുറിച്ചാണ് പറഞ്ഞത്, അഥവാ വശത്തുൽ ലിസാൻ. ഇവിടെ എന്താണ്? 3 അക്ഷരങ്ങൾ ഉണ്ട്, ബട്ട് എന്താ? ഒരു റൂമുള്ളൂ അല്ലെ? 3 ആളും ഒരേ റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ എന്താ? 3 ആൾക്കും ഓക്കെ, അപ്പം എന്താണ്? വശത്തുൽ ലിസാനിൽ നിന്നും വരുന്നത് 3 അക്ഷരങ്ങളാണ്, ജീം ഷീൻ യാ. എന്നാ എന്താണ്? ഒരു റൂമുള്ളൂ, അപ്പൊ അതെന്താ? ഒരു മഖ്റജ് ഖാസ്. ഓക്കെ, അപ്പൊ നമ്മള് നാവിൽ നിന്നും 18 അക്ഷരങ്ങളാണ് 10 സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാവിന്റെ 4 ഭാഗത്തു നിന്നായിട്ടല്ലേ. അപ്പം ഇതില് നാവിന്റെ ആദ്യത്തെ ഭാഗമായ അഖ്സൽ ലിസാനാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അവിടുന്ന് 2 അക്ഷരങ്ങൾ 2 സ്ഥലങ്ങൾ. ഓക്കെ,
പിന്നെ രണ്ടാമത്തെ ഭാഗമായ വസത്തുൽ ലിസാനാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. അവിടെ നിന്ന് 3 അക്ഷരങ്ങൾ എന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഷാല്ലാ ബിഇസ്നില്ലാഹ് ഹാഫത്തുൽ ലിസാൻ ഇൻഷാല്ലാ പഠിക്കുന്നതായിരിക്കും. അല്ലാഹു തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.